ഗുരുവിൻ്റെ മഹാസമാധി ദിനം ആഘോഷിക്കാനുള്ളതാണോ ദുഃഖാചരണത്തിനുള്ളതാണോ? അതിനുള്ള ഉത്തരം സമാധിയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചിരിക്കും. എന്താണ് സമാധി? സമ്യക്കായ ആധിയാണ് സമാധി. സമ്യക് എന്നാൽ വേണ്ടവണ്ണമുള്ളത്, ആധി എന്നാൽ ആധാനം, ഇരിപ്പിടം. സ്വന്തം ഇരിപ്പിടം എവിടെയാണെന്ന് കണ്ടെത്തി അതിൽ വേണ്ടവണ്ണം ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. ഗുരുവിൻ്റെ തന്നെ ഒരു ഉപമ വെച്ചുകൊണ്ട് പറഞ്ഞാൽ, ഒരു തിര സ്വന്തം ഇരിപ്പിടം സമുദ്രത്തിൽ കണ്ടെത്തി താൻ സമുദ്രം തന്നെയാണെന്നറിഞ്ഞ് വർത്തിക്കുന്നത് തിരയുടെ സമാധിയാണ്. നാരായണ ഗുരു എന്ന തിര പരമമായ പൊരുളാകുന്ന അഥവാ ബ്രഹ്മമാകുന്ന കടലിൽ സ്വന്തം ഉണ്മ കണ്ടെത്തി അതായി വർത്തിക്കുന്ന അവസ്ഥയാണത്. അത് മരണമല്ല. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം എന്നാണല്ലോ മരണത്തെപ്പറ്റി ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ണുവെച്ച് നോക്കിയാൽ ഗുരുവിൻ്റെ മഹാസമാധി ദിനം കരയാനുള്ളതല്ല. നിസ്വം വപും സമുത്സൃജ്യ സ്വം ബ്രഹ്മവപുരാസ്ഥിതഃ. തൻ്റേതല്ലാത്ത ഭൗതിക ശരീരത്തെ വെടിഞ്ഞിട്ട് തൻ്റേതായ ബ്രഹ്മശരീരത്തെ നാരായണ ഗുരു പ്രാപിച്ചിരിക്കുന്നു. സമാധിപീഠമേ നമസ്കരിപ്പു ഞാൻ, സദാ വെളിച്ചമേ നമസ്കരിപ്പു ഞാൻ. സമാധിപീഠമേ നമസ്കരിപ്പു ഞാൻ, സദാ വെളിച്ചമേ നമസ്കരിപ്പു ഞാൻ. എനിക്കു നേർവഴി തെളിച്ച ദൈവമേ, എളിയ കോപ്പുകൈ ഉയർത്തി നിൽപ്പു ഞാൻ. ഗുരുപ്രദേശമാം ശിവഗിരിയിൽ ഞാൻ ഗുരുവിനർച്ചന ഉരുവിടുന്നു ഞാൻ. ഗുരുപ്രദേശമാം ശിവഗിരിയിൽ ഞാൻ ഗുരുവിനർച്ചന ഉരുവിടുന്നു ഞാൻ. എനിക്കു മോചനം മനുഷ്യമാർഗമേ, എനിക്കു നൽക നീ ഗുരുപ്രസാദമേ. അഹന്ത മാറ്റി നീ മനുഷ്യനാക്കിയും അകന്ന ദേവനെ അരുകിലാക്കിയും. അഹന്ത മാറ്റി നീ മനുഷ്യനാക്കിയും അകന്ന ദേവനെ അരുകിലാക്കിയും. മനുഷ്യരൂപത്തെ മനം തെളിച്ചതും മനുഷ്യനാക്കുവാൻ മനസ്സു മാറ്റി നീ. മനസ്സിലെന്നെ നീ മനുഷ്യനാക്കണം, മനസ്സിലെപ്പോഴും ഗുരുവിളങ്ങണം. മനസ്സിലെന്നെ നീ മനുഷ്യനാക്കണം, മനസ്സിലെപ്പോഴും ഗുരുവിളങ്ങണം. മഹാവെളിച്ചമേ നമസ്കരി
ഒന്നിച്ചു ചേരണം. മനം മറന്നു ഞാൻ മനുഷ്യനാക്കിയും മനസ്സിൽ വന്നു നീ പിറന്ന ദൈവമേ. മനം മറന്നു ഞാൻ മനുഷ്യനാക്കിയും മനസ്സിൽ വന്നു നീ പിറന്ന ദൈവമേ. മനസ്സിലിന്നിതാ നമസ്കരിപ്പു ഞാൻ മഹാസമാധിയിൽ നമസ്കരിപ്പു ഞാൻ മഹാസമാധിയിൽ നമസ്കരിപ്പു ഞാൻ.